കഥ തുടരുന്നു. ലിജോ അവനെ വിളിച്ചുണർത്തി. ആദ്യം അവനെ നോക്കി ചിരിച്ചു. വിളിക്കല്ലേ? ലിജോയ്ക്ക് ദേഷ്യം വന്നു. ഇന്നലെ നീ വിവരം വിളിച്ച് പറഞ്ഞ ശേഷം എന്തൊക്കെ ഉണ്ടായെന്നെങ്കിലും ഒന്ന് ചോദിക്കട പോത്തെ. എന്തോ ചോദിക്കാനാ? നീ കാര്യം ഭംഗിയായി കൈകാര്യം ചെയ്ത് കാണുമെന്ന് എനിക്കറിയില്ലേ കൂട്ടുകാരാ. കൂട്ടുകാരൻ കോപ്പ്. ലിജോ പിന്നെ നടന്നതത്രയും പറഞ്ഞു. ബേഷ്. ആദ്യം ചിരിച്ചു. നീ ഒരു വലിയ സംഭവമാ കേട്ടോ. ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. മുത്തശ്ശിയോട് പറയണോ ചിരവ എടുത്തുകൊണ്ട് ഒന്ന് ചൊറിഞ്ഞു തരാൻ? ആദ്യ തലയിലെ കെട്ടൽ ഒന്ന് തടവി. അതുപോട്ടെ, നീ ശബ്ദം കേൾപ്പിക്കാതെ എങ്ങനെ മരം മുറിച്ചത്? കൈവാളുകൊണ്ട്. ശബ്ദം കേൾക്കാതിരിക്കാൻ അതിൽ എണ്ണ പുരട്ടി. മിടുക്കൻ. ആദ്യം ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് മുറിവിട്ടു. അരമണിക്കൂറിന് ശേഷം അവരിരുവരും അവിടെ നിന്നിറങ്ങി. എന്താണ് പ്രോഗ്രാം? ലിജോ തിരക്കി. സമരപ്പന്തലിൽ പോകണം. അവിടുത്തെ അവസ്ഥ അറിയണം. സാജൻ്റെ ജീപ്പിലാണ് അവർ വണ്ടിപ്പെരിയാറിലേക്ക് ചെന്നത്. ആകെ തിരക്കായിരുന്നു അവിടെ. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എഴുത്തുകാരും സാമൂഹിക പ്രവർത്തകരും സ്കൂൾ വിദ്യാർത്ഥികളുമൊക്കെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്നുണ്ട്. വെള്ളം തരാം, പ്രാണൻ തരൂ എന്ന രീതിയിലുള്ള പ്ലക്കാർഡുകൾ അവർ കയ്യിലേന്തിയിരിക്കുന്നു. തമിഴ്നാടിനുള്ള അഭ്യർത്ഥന. സമരപന്തലിന് മുന്നിൽ അനിശ്ചിതകാല സമരം 2215 ദിവസം എന്ന ബോർഡ്. അനുഭവം പ്രകടിപ്പിച്ച് എത്തിയവരിൽ പലരും മൈക്കിലൂടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വിളിച്ചു പറയുന്നു. ജനങ്ങളുടെ ഭീതി, ഉത്കണ്ഠയും അവർ പങ്കുവയ്ക്കുന്നു. ചിലരൊക്കെ വികാരവിക്ഷോഭത്താൽ പൊട്ടിത്തെറിക്കുന്നുമുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ ഒരു ജാഥ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി. ആദ്യ പന്തലിലേക്ക് കയറി കട്ടിലിൽ കിടക്കുന്ന ജയന്തൻ്റെ അടുത്തെത്തി അവനിരുന്നു. ജയന്തനോട് എന്തോ ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു അവൻ. പെട്ടെന്നാണ് പുറത്തെ ജനക്കൂട്ടത്തിനിടയിൽ മിന്നിമറയുന്ന ഒരു മുഖം അവൻ കണ്ടത്. ഞെട്ടലോടെ ആദ്യ ചാടി എഴുന്നേറ്റു. എന്താ ആദി? ആദിശങ്കറിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ജയന്തൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒന്നുമില്ല, എനിക്കൊരു സംശയം പറഞ്ഞിട്ട് അവൻ വേഗം ജനക്കൂട്ടത്തിനിടയിലേക്ക് ഊളിയിട്ടു. പക്ഷേ നൂറുകണക്കിന് മുഖങ്ങൾക്കിടയിൽ ആ മുഖം പെട്ടെന്ന് കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. അല്പനേരം കൂടി തിരിഞ്ഞിട്ട് ആദ്യം വീണ്ടും പന്തലിലേക്ക് നടക്കാനാഞ്ഞപ്പോൾ പരുന്തിലിച്ചോ അടുത്തെത്തി. എന്താടാ? ഞാനൊരാളെ കണ്ടു, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഒരു പക്ഷേ എൻ്റെ തോന്നലാവാം. എന്നാലും നീയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആരെയെ കണ്ടത്? കാളിയൻ, ചെമ്പട്ടി കാളിയൻ. ലിജോ ഉത്കടമായി ഒന്ന് ഞെട്ടി. ചെമ്പട്ടി കാളിയൻ? ലിജോ ആ പേര് മനസ്സിലിട്ട് ചതിച്ചു. വന്നിരിക്കുന്നത് അവനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ആദി. കാലൻ്റെ കയറുമായിട്ടാ ആ വരവ്. ലിജോയെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് ആദി ചിന്തയോടെ ഒന്ന് മൂളി. പിന്നെ വീണ്ടും സമരപന്തലിലേക്ക് ചെന്നു. നീ എന്താ പെട്ടെന്ന് പോയത്? ജയന്തൻ അവനെ ശ്രദ്ധിച്ചു. വെറുതെ. അവൻ ഭാവം മാറ്റി. നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. മറ്റാരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പായിട്ട് ആദി തുടർന്നു. ഇപ്പോൾ ഈ സമരത്തോട് അനുഭവമുള്ള ആർക്കെങ്കിലും ഇനി എതിരഭിപ്രായമുണ്ടായാൽ അക്കാര്യം നീ എന്നെ അറിയിക്കണം. എന്താടാ? ജയന്തൻ്റെ മുഖം ഗൗരവത്തിലായി. കാര്യമുണ്ട്. തൽക്കാലം നീ അതുമാത്രം ഓർത്താൽ മതി. ആദി ജയന്തൻ്റെ കയ്യിൽ പിടിമുറുക്കി. അണക്കെട്ട് പൊട്ടി അണ്ണാക്കിൽ പാറയും മണ്ണും വന്ന് കുത്തിക്കേറിയാലും പഠിക്കാത്ത ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാകുമല്ലോ. എത്ര സമ്പാദിച്ചു കൂട്ടിയാലും മതിയാകാത്തവർ. ധാർമ്മിക രോഷം കാരണം ആദിയുടെ കണ്ണും മുഖവും ചുവന്നു തുടുത്തിരുന്നു. ചാകുമ്പോൾ ഈ വാരിക്കൂട്ടിയതും പിടിച്ചു പറിച്ചതുമൊക്കെ കൊണ്ടുപോകാൻ കഴിയുമോടാ അവർക്ക്? അതൊന്നും ചിന്തിക്കാത്തവർ ഏത് നിമിഷവും സമരത്തിൽ നിന്ന് പിന്മാറാം. അവർ ആരൊക്കെയാണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ജയന്തൻ തലയാട്ടി. നേരത്തെ മുൻനിരയിലുണ്ടായിരുന്ന ചിലർ ഇപ്പോൾ സമരത്തിന് ഇല്ലെന്നുള്ളത് നേരാ. പക്ഷേ ഇപ്പോഴുള്ളവർ വളരെ സ്ട്രോങ് ആടാ. ആയിക്കോട്ടെ, നിനക്കൊരു മുന്നറിയിപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞതേയുള്ളൂ. ആദി സമരപന്തലിലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഇന്നിനി ഒത്തിരി ജോലി ബാക്കിയുണ്ട്. വൈകിട്ട് നീ വരുമോ? തീർത്തു പറയാനാവില്ല, നോക്കാം. ആദിശങ്കരൻ ജനക്കൂട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങി. ആദി ജീപ്പിനടുത്തെത്തി. പരുന്ത് ലിജോയും സാജനും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ടില്ല ആദി, ലിജോ പറഞ്ഞു. സാരമില്ല. അവൻ ജീപ്പിലേക്ക് കയറി. വന്നത് അവനാണേൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ചാരായി കുഴിയാണല്ലോ അവൻ്റെ ഇടത്താവളം. ലിജോയും പിന്നിൽ കയറി. സാജൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ടൗണിലെത്തിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ജുവൽ നിൽക്കുന്നു. ആദി പറയാതെ തന്നെ സാജൻ ജീപ്പ് നിർത്തി. നീ എങ്ങോട്ടാ? ആദി തല പുറത്തേക്ക് നീട്ടി. നസ്രാണിപുരത്തിന്. അവിടെ എന്താ, നിൻ്റെ നായർ വീടുണ്ടോ? ആദി അവിടെ വീട് വെച്ചാൽ കണ്ടേക്കും. അവൾ ചിരിച്ചു. ആ കണ്ണുകളിൽ 2 കുഞ്ഞു നക്ഷത്രങ്ങൾ വിരിഞ്ഞു. എങ്കിൽ പിന്നെ ജുവലും കൂടി കയറിക്കോട്ടെ അല്ലേ ആദി? ലിജോ തിരക്കി. നമ്മൾ ആ വഴിക്കാണല്ലോ. അങ്ങനെ വഴിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കയറ്റി ചുറ്റിയടിക്കാനുള്ളതല്ല ഈ ജീപ്പ്. എനിക്ക് വേറെ ചിലയിടത്ത് പോകാനുണ്ട്. ആദി ഗൗരവം നടിച്ചു. അയ്യട മോനെ, എങ്കിൽ ഈ ജീപ്പിൽ തന്നെ കയറുവാന്. എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നറിയാമല്ലോ. ജുവൽ പെട്ടെന്ന് പിന്നിൽ കയറി. സാജൻ ജീപ്പ് മുന്നോട്ടെടുത്തു. ജുവൽ നസ്രാണി പുറത്തു പോകുന്നത് എന്തിനാ? ആദ്യം ഒന്ന് നോക്കിയിട്ട് ലിജോ ചോദിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരി അവിടെയുണ്ട്. ഇന്ന് അവളുടെ വിവാഹ നിശ്ചയമാ, ജുവൽ പറഞ്ഞു. ഇങ്ങനെ കൂട്ടുകാരികളുടെ നിശ്ചയത്തിന് പോയാൽ മതിയോ?
ലിജോ ഇടം കണ്ടിട്ട് ആദിയെ നോക്കി. സ്വന്തം വിവാഹ നിശ്ചയവും നടത്തണ്ടേ? പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണെങ്കിലും ആദി താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. വീട്ടുകാർ കുറേ നാളായി പറയുന്നുണ്ട് ലിജോ, പല ആലോചനകളും വരുന്നുമുണ്ട്. പക്ഷേ കള്ളു കുടിക്കാത്ത ഒരുത്തനെ വേണ്ടേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ? എനിക്കാണെങ്കിൽ ഈ കള്ളുകുടിയന്മാരെ കണ്ണിന് കണ്ടുകൂടാ. ഇടം കണ്ണിട്ട് ആദിയെ നോക്കിക്കൊണ്ട് ചിരിയമർത്തി ജുവൽ പറഞ്ഞു. പെട്ടെന്ന് ആദി അവൾക്ക് നേരെ തിരിഞ്ഞു. എങ്കിൽ പെണ്ണ് കാണാൻ വരുന്നവൻ്റെയൊക്കെ പിന്നാലെ നീ ബ്രീത്ത് അനലൈസറുമായിട്ട് നടക്കടി. കുടിച്ചാൽ കൈയോടെ പിടിക്കാമല്ലോ. അത് ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ചെയ്തോ, പക്ഷെ കുടിക്കാത്ത ഏതെങ്കിലും ഒരുത്തൻ നിന്നെ കെട്ടാൻ വന്നാൽ അവൻ്റെ അണ്ണാക്കിൽ മദ്യം കോരി ഒഴിച്ച് കുടിപ്പിക്കും അവൻ പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. അല്ല ലിജോ, ഞാൻ പറയുന്നത് സത്യമല്ലേ? ഈ ആദിക്ക് കുടിക്കാതിരുന്നാൽ എന്താ? ജുവൽ ചുരിദാറിൻ്റെ തുമ്പൊന്ന് ഒതുക്കിയിട്ടു. ഒക്കെ മാറും ജുവൽ. തന്നെ കെട്ടുന്നതോടെ ആദി കുടി നിർത്തും, എനിക്കുറപ്പാ, അല്ലേടാ? അവൻ ആദിയുടെ തോളിൽ തോണ്ടി. അതിനുള്ള മറുപടിയും പറഞ്ഞത് ജുവലാണ്. പിന്നെ നിർത്തും, എന്നെയും കൂടി കുടിപ്പിക്കുവാന്നാ എൻ്റെ പേടി. ആ ഡയലോഗ് വീണ്ടും ചിരി പടർത്തി. ജീപ്പ് നസ്രാണിപ്പുര പള്ളിയുടെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ജുവൽ പറഞ്ഞു, ഇവിടെ നിർത്തിയാൽ മതി സാജ. സാജൻ ഇടത്തേക്ക് ഒതുക്കി ജീപ്പ് നിർത്തി. ജുവൽ ഇറങ്ങി ഇടതുവശത്തുകൂടി ആദിയുടെ അടുത്തെത്തി. എനിക്കൊന്ന് കാണണം, ചില കാര്യങ്ങൾ പറയാനുണ്ട്, അവൾ പറഞ്ഞു. 2 ദിവസത്തേക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അവനും പുറത്തേക്കിറങ്ങി നിന്നു. അതെന്തേ? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു യാത്രയുണ്ട്. എവിടേക്കാ? വന്നിട്ട് പറയാം. അവൻ ജീപ്പിനുള്ളിലേക്ക് കാൽ വച്ചു. മുന്നോട്ട് പോകവേ ലിജോ ചോദിച്ചു, ഇതിങ്ങനെ എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകും ആദി? ഏത്? നിങ്ങളുടെ വിവാഹം? അവനൊന്ന് ചിരിച്ചു. അതങ്ങനെ ചുമ്മാ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താ നടക്കാതിരിക്കാൻ? സുരേന്ദ്രനാഥ് സാറും ഞാനും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? അപ്പോൾ വരട്ടെ, അപ്പോൾ നോക്കാം. റോസാപ്പൂ കണ്ടം കുമളി ഗേറ്റ് ബാറിൽ നിന്ന് 2 പെഗ് അകത്താക്കിയ ശേഷം വീട്ടിലേക്ക് പോയ ആദി ദൂരെ നിന്നേ കണ്ടു. വീടിന് മുന്നിലെ റോഡിൽ ചെറിയൊരു ആൾക്കൂട്ടം. അവൻ്റെ പുരുകൻ ചുളിഞ്ഞു, കാലുകൾക്ക് വേഗതയേറി. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ കണ്ടു ആൾക്കൂട്ടത്തിൽ മുത്തശ്ശിയും പഞ്ചായത്ത് പ്രസിഡന്റ് ദേവനായകവും മെമ്പർ നാഗരാജനും. അവർക്കരികിൽ വെയിലേറ്റ് തിളങ്ങുന്ന ഒരു പുതുപുത്തൻ ബുള്ളറ്റ് ബൈക്ക്. ഇന്നലെ താൻ ഭീഷണിപ്പെടുത്തിയതനുസരിച്ച് പുതിയ ബൈക്ക് കൊണ്ടുവന്നതാണോ ദേവനായകം? ആദി അവരുടെ അടുത്തെത്തി. ദേവനായകം അവനെ നോക്കി ചിരിച്ചു. എൻ്റെ കുറ്റം കൊണ്ടല്ല ആദിയുടെ ബൈക്ക് നഷ്ടപ്പെട്ടതെങ്കിലും ഞാൻ വിളിച്ചതുകൊണ്ടാണല്ലോ ആദിക്ക് ആ വഴി പോകേണ്ടി വന്നത്. അതുകൊണ്ട് ഞാനൊരു പുതിയ ബൈക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദേവനായകം ഒരു ചാവിയെടുത്ത് അവന് നീട്ടി. ആളുകൾ കേൾക്കുമെന്ന് കരുതി ആദി അപ്പോൾ മറുപടി പറഞ്ഞില്ല. ചാവി വാങ്ങിയിട്ട് അവൻ ബൈക്ക് ആകമാനം ഒന്ന് ശ്രദ്ധിച്ചു. റോയൽ എൻഫീൽഡ്. സാറൊന്ന് വന്നേ. ദേവനായകത്തിൻ്റെ കരം കവർന്നുകൊണ്ട് ആദ്യം മുറ്റത്തേക്കിറങ്ങി. പിന്നെ സ്വരം താഴ്ത്തി. ഈ ബൈക്ക് സാറ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ആ ആക്സിഡൻറ്റ് നാടകത്തിൽ സാറിന് മനസ്സറിവില്ലെന്ന് ഞാൻ കരുതിയേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് കാര്യം ഉറപ്പായി. ആദി. ഒറ്റ നിമിഷം കൊണ്ട് ദേവനായകൻ വിയർപ്പിൽ കുളിച്ചു. ചോര ഉൾവലിഞ്ഞ് അയാളുടെ മുഖം വിളറി. ആദി തുടർന്നു. പരാജയപ്പെടുമെന്ന് തോന്നുന്ന കളികൾക്ക് മുതിരാതിരിക്കുന്നതല്ലേ സാറേ നല്ലത്? ആദി ഞാൻ. ദേവനായകം മിടയിറക്കി. അയാൾ അവൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി. നിങ്ങളുടെ സംഭാഷണം കുറച്ചൊക്കെ കേട്ടതല്ലേ ഞാൻ. അതുപോട്ടെ, കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എനിക്ക് കളത്തിലിറങ്ങേണ്ടി വരും. ഇല്ല ആദി, നമ്മൾ സംസാരിച്ച ആ പ്രശ്നം ഞാനങ്ങ് വിട്ടു. ദേവനായകത്തിൻ്റെ ശബ്ദം വിറച്ചു. ഇല്ലെന്ന് സാറിനും എനിക്കും അറിയാം. ഇന്നലെ രാത്രി ഒടിച്ചു മടക്കി മുന്നിലിട്ട് തന്ന ആ തമിഴിനെ സാർ എന്ത് ചെയ്തു? ദേവനായകം വല്ലാതെ കിടുങ്ങി. അത് ശ്രദ്ധിക്കാതെ ആദി തിരക്കി. ഹോസ്പിറ്റലിലാക്കിയോ അതോ കൊന്ന് ഇറച്ചിപ്പാലത്തിന് താഴെ വലിച്ചെറിഞ്ഞോ? ദേവനായകത്തിൻ്റെ തൊണ്ട വരണ്ടു പോയി. ആദി തുടർന്നു. ഇന്ന് ഞാൻ പുതിയൊരു മുഖം മിന്നൽ പോലെ കണ്ടു. ചെമ്പട്ടി കാളിയൻ്റെ. അവന് വരുത്തിയത് ആരായാലും അവൻ കാരണം കേരളത്തിലൊരു ശവം വീണാൽ വന്നവനും കാണത്തില്ല, വരുത്തിയവനും കാണത്തില്ല. ഓർത്തോ? താനിപ്പോൾ തളർന്നു വീഴുമെന്ന് തോന്നി ദേവനായകത്തിന്. എങ്കിൽ സാർ വിട്ടോ, കൂടുതൽ നിന്ന് വിയർക്കാതെ. പ്രാണൻ തിരിച്ചു കിട്ടിയ ആശ്വസ്തയോടെയാണ് ദേവനായകം റോഡിലേക്ക് കയറിയത്. നാഗരാജനെയും കൂട്ടി വേഗം അയാൾ സ്ഥലം വിട്ടു. ലോവർ പെരിയാറിലെ വാളംപുള്ളിത്തോട്ടത്തിലുള്ള കെട്ടിടത്തിൽ ദേവനായകവും CI പരശുറാമും വർഗീസ് പുന്നത്രയും ചർച്ചയിലായിരുന്നു. ചെക്ക് ഡാമിൽ നിന്ന് സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ചൂണ്ടയിട്ട് പിടിപ്പിച്ച മത്സ്യം വറുത്തതും പൊറോട്ടയും മദ്യവും ഉണ്ടായിരുന്നു അവർക്ക് മുന്നിൽ. പരശുറാം യൂണിഫോമിലാണ്. അല്പം മത്സ്യമടർത്തി വായിലിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, എന്തായാലും ഈ മീനിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ. പരശുറാം ഒരു സോഡ എടുത്തു ഓപ്പൺ ചെയ്ത് വായിലേക്ക് കമിഴ്ത്തി. സാറ് സ്മോൾ കഴിക്കുന്നില്ലേ? പുന്നത്ര ഒരു ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. വേണ്ടടോ, ഡ്യൂട്ടി സമയത്ത് കഴിച്ചാൽ ശരിയാവത്തില്ല. പരശുറാം പിന്നെ ദേവനായകത്തിൻ്റെ നേരെ തിരിഞ്ഞു. എന്നോടൊന്നും ആലോചിക്കാതെ അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടായിരുന്നോ? അയാൾ അല്പം മീൻ കൂടി എടുത്ത് വായിലിട്ടു.
അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ആ ആക്സിഡൻറ്റിന് പിന്നിൽ നിങ്ങളുണ്ടെന്ന് അവന് ബോധ്യമായത്. ദേവനായകത്തിൻ്റെ തല കുനിഞ്ഞു. അതു പിന്നെ ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് പുതിയ ബൈക്ക് വേണമെന്ന് അവൻ മുന്നറിയിപ്പ് തന്നപ്പോൾ അവനെ ഒറ്റയടിക്ക് പിണക്കിയാൽ അത് ശരിയാകത്തില്ലെന്ന് സാറിനും അറിയാമല്ലോ. പരശുറാം തലയാട്ടി. പുന്നത്ര ഒറ്റ വലിക്ക് മദ്യം അകത്താക്കിയിട്ട് ഇടം കൈകൊണ്ട് ചുണ്ട് തുടച്ചു. പിന്നെ പറഞ്ഞു, ഒരു ബൈക്കിൻ്റെ കാശല്ലേ സാറേ പോകത്തുള്ളൂ. ഇനിയിപ്പം അവൻ നമ്മളെ സംശയിക്കുന്നെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതോടെ അവൻ്റെ കാര്യം പോയി കിട്ടും. സാർ അവൻ്റെ ശവത്തിൻ്റെ FIR തയ്യാറാക്കാനുള്ള പേപ്പറും പേനയും എടുത്തു വെച്ചോ. പരശുറാമിൻ്റെ നെറ്റി ചുളിഞ്ഞു. വർഗീസ് പുന്നത്ര വിശദീകരിച്ചു. സാറേ, ആ ബൈക്ക് 15 മിനിറ്റ് തുടർച്ചയായി ഓടിച്ചാൽ അതോടെ അവൻ്റെ കാര്യം ക്ലോസ്. അതെങ്ങനെ? CI പരശുറാമിൻ്റെ മുഖം വികസിച്ചു. തേനിയിലെ നമ്മുടെ മറ്റേ പാർട്ടീസില്ലേ, അവരിലൊരാൾ ഈ ദേവനായകത്തിൻ്റെ അടുത്ത കക്ഷിയാ. ബോംബ് സെറ്റ് ചെയ്യാൻ അവനേക്കാൾ മിടുക്കൻ ഒരാൾ വേറെ കാണത്തില്ല. പുന്നത്ര ഒന്ന് നിർത്തി. പിന്നെ പൊറോട്ട മുറിച്ച് മീനും ചേർത്ത് വായിലിട്ട് ചവച്ചിട്ട് ബാക്കി പറഞ്ഞു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്ഫോടനം. കയ്യോ കാലോ മുഴുവനായി കിട്ടിയെങ്കിൽ ഭാഗ്യം. 15 മിനിറ്റ്. പിറുപിറുത്തുകൊണ്ട് പരശുറാം എഴുന്നേറ്റു മുറിയിലൂടെ 2-3 ചാൽ നടന്നു. പുളിത്തോട്ടം കാറ്റിലുലയുന്നത് ജനാലയിലൂടെ അവർ കണ്ടു. പൊടുന്നനെ നിന്നിട്ട് പരശുറാം അവർക്ക് നേരെ തിരിഞ്ഞു. റോസാപ്പൂ കണ്ടത്തിൽ നിന്ന് കുമളിക്ക് വരുന്ന വഴി അവൻ ബാറിൽ കയറി 2 അടിക്കാൻ തീരുമാനിച്ചാലോ? ആ നേരത്ത് ബോംബ് പൊട്ടിയാൽ? മറ്റുള്ളവർ സന്ദേഹത്തോടെ പരസ്പരം നോക്കി. അത് പാടില്ല. 15 മിനിറ്റ് നേരം അവൻ തുടർച്ചയായി ബൈക്ക് ഓടിക്കണം. അതിനു വേണ്ടത് ചെയ്യണം, പരശുറാം പറഞ്ഞു. അക്കാര്യം ഞാൻ ഏറ്റു. ഒന്ന് ചിന്തിച്ച ശേഷം ദേവനായകമാണ് പറഞ്ഞത്. അടുത്ത നിമിഷം അയാളുടെ ഫോൺ ശബ്ദിച്ചു. അയാൾ സന്തോഷത്തോടെ കാൾ അറ്റൻഡ് ചെയ്തു. സാർ, അവൻ ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുണ്ട്. ദേവനായകത്തിൻ്റെ ഡ്രൈവർ ശശിയുടെ ശബ്ദം. സബാഷ്. ഒരു നിശ്ചിത അകലമിട്ട് നീ അവൻ്റെ പിന്നാലെ പോയിക്കോ. അവൻ എവിടെയാണ് നിർത്തുന്നതെന്ന് വിളിച്ചു പറയണം. ശരി സാർ. ദേവനായകൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ മറ്റുള്ളവരെ നോക്കി. ഇനി 15 മിനിറ്റ്. നമ്മുടെയെല്ലാം തലവേദന തീരാൻ പോകുന്നു. പരശുറാമിൻ്റെ മുഖത്തും ഒരു സന്തോഷം മിന്നി. എങ്കിൽ ഞാനും ഒരെണ്ണം വിട്ടേക്കാം. അയാളും ഗ്ലാസ്സിലേക്ക് ഒരു പെഗ് പകർന്നു. മൂവരും ഓരോ റൗണ്ട് കഴിച്ചിട്ട് വാച്ച് നോക്കി ഇരിപ്പായി. ഏതു നിമിഷവും ആ ശുഭകരമായ വാർത്തയെത്താം. വർഗീസ് പുന്നത്ര മൊബൈലിൽ സമയം നോക്കി. 10 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് ദേവനായകത്തിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഡ്രൈവർ ശശി തന്നെ. അയാൾ ഫോൺ ലൗഡ് സ്പീക്കർ മോഡിലാക്കിയിട്ട് തിരക്കി. അവൻ ബൈക്ക് നിർത്തിയോടാ? നിർത്തി. എവിടാടാ പണ്ടാരം മടക്കിയത്? സാറിൻ്റെ വീട്ടിൽ തന്നെ. ദേവനായകൻ മാത്രമല്ല, പരശുറാമും വർഗീസ് പുന്നത്രയും കിടുങ്ങിപ്പോയി. ഫോൺ പിടിവിട്ട് താഴെ വീണു. ഇനി 5 മിനിറ്റ്. ഈശ്വരാ. ദേവനായകം നെഞ്ചു തലവിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. പരശുറാം സാറേ, എന്തായാലും ഉടനെ ചെയ്യണം. എൻ്റെ വീട്, ഭാര്യ ഓർക്കുമ്പോൾ ചങ്കു പൊട്ടുന്നു. ദേവനായകൻ പുറത്തേക്കോടെ ഭാവിച്ചു. പരശുറാം അയാളെ പിടിച്ചു നിർത്തി. താനിത് എങ്ങോട്ട് ഓടുകയാ? ഇവിടെ നിന്ന് 6 കിലോമീറ്റർ കയറ്റം കയറി കുമളിയിൽ എത്തുമ്പോഴേക്കും എങ്ങനെ പോയാലും 8 മിനിറ്റ് എടുക്കും. പിന്നെ ഞാനെന്ത് ചെയ്യും സാറേ? ദേവനായകൻ നിലവിളിച്ചു പോയി. ആ കാലമാടന് എൻ്റെ വീട്ടിൽ തന്നെ ആ ബൈക്ക് കൊണ്ടുവയ്ക്കാൻ തോന്നിയല്ലോ. ഡ്രൈവർ ശശിക്ക് ബോംബിൻ്റെ കാര്യം അറിയാമോ? ഇല്ല. പരശുറാം കുനിഞ്ഞ് തറയിൽ കിടന്ന ദേവനായകത്തിൻ്റെ ഫോൺ എടുത്തു. ഹലോ. അപ്പുറത്തു നിന്ന് ബീപ്പ് ശബ്ദം മാത്രം. അയാൾ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന നമ്പറിൽ തിരിച്ചു വിളിച്ചു. ശശി ഫോൺ എടുത്തു. അവൻ എന്തിയേടാ? ആദിശങ്കരൻ ഇവിടുണ്ട്. അമരാവതി ചേച്ചിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ദാണ്ടെ ബൈക്കിൻ്റെ താക്കോൽ ചേച്ചിയെ ഏൽപ്പിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരശുറാം നിന്നു. അപ്പോൾ വർഗീസ് പുന്നത്ര പറഞ്ഞു. ദേവനായകം, ആദ്യം മരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അക്കൂട്ടത്തിൽ പോകാനാണ് നിങ്ങളുടെ ഭാര്യയുടെ വിധിയെങ്കിൽ അതിനെ സമചിത്തതയോടെ നേരിടണം. എന്തു പറഞ്ഞടാ പട്ടി? ദേവനായകം വെട്ടിത്തിരിഞ്ഞതും ഒറ്റയടി. പുന്നത്തറയുടെ കവിളടക്കമായിരുന്നു അത്. അയാൾ വേച്ചു ചെന്ന് മേശയിലിടിച്ചു. മദ്യക്കുപ്പിയും ഗ്ലാസുകളും തറയിൽ വീണ് ചിതറി. അയാളെ ചവിട്ടാൻ ദേവനായകം വീണ്ടും മുന്നോട്ട് കുതിച്ചു. തിരുട്ടു റാസ്കൽ, കൊന്നിടുവേൻ. പക്ഷേ പിന്നിൽ നിന്ന് പരശുറാം അയാളെ വട്ടം പിടിച്ചു. എന്താ ദേവനായകത്? അല്ല സാറേ, ഈ നായൻ്റെ മോൻ പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ ഭാര്യയും ചത്തോട്ടേന്ന്. അപ്പോൾ ഇതൊക്കെയാ ഇവൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ്. വർഗീസ് പുന്നത്ര പതറി നിന്നു. ഞാൻ അങ്ങനെയല്ല ദേവനായക ഉദ്ദേശിച്ചത്. വായ് മൂടറ. മിണ്ടിയാൽ നിന്നെയും ഇവിടെ വെച്ച് തീർക്കും ഞാൻ. എന്നെ നിനക്ക് ശരിക്കറിയത്തില്ല. എത്ര എണ്ണത്തിനെ കൊന്ന് ഞാൻ ഇറച്ചിപ്പാലത്തിന് താഴെ തട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഹലോ ഹലോ. ശശിയുടെ ശബ്ദം വീണ്ടും. പറ ശശി. പക്ഷേ കേട്ടത് ശശിയുടെ ശബ്ദമല്ല, കാതടപ്പിക്കുന്ന ഒരു സ്ഫോടനം. തുടർന്ന് ശശിയുടെ നിലവിളിയും. പരശുറാം ഒരു ശില പോലെ നിന്നു. എല്ലാം കഴിഞ്ഞു അല്ലേ സാറേ? തലയിൽ കൈവച്ചുകൊണ്ട് ദേവനായകം തറയിലേക്ക് ഊർന്നു. പരശുറാമിന് മറുപടി കിട്ടിയില്ല. ഫോണിലൂടെ വ്യക്തമാകാത്ത എന്തൊക്കെയോ ശബ്ദങ്ങൾ പിന്നെയും കേട്ടു. ഹലോ. അയാൾ പിന്നെയും വിളിച്ചു നോക്കി. മറുപടിയില്ല. ശശിയും സ്ഫോടനത്തോടൊപ്പം തീർന്നോ?
വർഗീസ് പൊന്നത്ര ആകെ ഭയന്നു പോയി. ദേവനായകത്തിൻ്റെ ഭാര്യയും മരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. ഭാര്യയുടെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ ദേവനായകം എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അയാൾ സൂത്രത്തിൽ പുറത്തേക്ക് നടക്കാനാഞ്ഞു. പെട്ടെന്നാണ് പരശുറാമിൻ്റെ കയ്യിലിരുന്ന ഫോണിലൂടെ ഡ്രൈവർ ശശിയുടെ ശബ്ദം കേട്ടത്. ഹലോ ഹലോ സാറേ. പറഞ്ഞോളൂ ശശി. സാറേ, ആദ്യം കൊണ്ടുവച്ച ആ ബൈക്കില്ലേ, അത് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് പരശുറാം ഉദ്യോഗത്തോടെ തിരക്കി. അതിന് മറുപടി കിട്ടും മുമ്പേ വീണ്ടും ഫോൺ കട്ടായി. ആ നേരത്ത് അമരാവതിയെ ബൈക്കിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിട്ട് ആദ്യം റോഡിൽ എത്തിയിരുന്നതേയുള്ളൂ. അവൻ പറഞ്ഞതനുസരിച്ച് പിന്നാലെ വന്ന ജീപ്പ് റോഡിൽ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ലിജോയും സാജനുമുണ്ട്. ആദ്യം ജീപ്പിൻ്റെ ഫുൾ റെസ്റ്റിലേക്ക് കാൽ കുത്തുമ്പോഴായിരുന്നു പിന്നിൽ കാതടപ്പിക്കുന്ന സ്ഫോടനം. നടുങ്ങി തിരിച്ചു നോക്കിയ അവൻ കണ്ടു, ദേവനായകത്തിൻ്റെ കാർ പോർച്ചും വീടിൻ്റെ ഒരു ഭാഗവും തകർന്നു താഴേക്ക് വീഴുന്നു. ബൈക്കിൻ്റെ തീപിടിച്ച ചില ഭാഗങ്ങൾ ഒപ്പം ചിതറിപ്പറക്കുന്നു. ആദിയുടെ ശ്വാസം നിലച്ചുപോയി. ആദി, പരുന്ത് ലിജോ വിളിച്ചു. അവനത് കേട്ടില്ല. കാലുകൾ ചിറകുകളാക്കി അവൻ ദേവനായകത്തിൻ്റെ വീടിന് നേരെ കുതിച്ചു. അമരാവതി ചേച്ചിക്ക് വല്ലതും പറ്റിയോ? അതാണ് അവനെ ഉത്കണ്ഠപ്പെടുത്തിയത്. താൻ തിരിച്ചു നടക്കുമ്പോൾ ചേച്ചി വീടിനുള്ളിലേക്ക് പോകുന്നതാണ് കണ്ടത്. ശബ്ദം കേട്ട് പരിസര നിവാസികളെല്ലാം അങ്ങോട്ട് ഓടിയെടുക്കുകയാണ്. പരശുറാമുമായി ഫോണിൽ ബന്ധപ്പെടാൻ വീണ്ടും ശ്രമിക്കുകയായിരുന്നു ശശി. ആദി ഓടി വരുന്നത് കണ്ടപ്പോൾ അയാൾ പിന്നോട്ട് മാറി. വീടിൻ്റെ തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തീയും പുകയും ഉയരുന്നുണ്ട്. ചേച്ചി, അമരാവതി ചേച്ചി, ആദി അലറി വിളിച്ചു. ആദി, നിലവിളികൾക്കിടയിൽ ഒരു ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. അമരാവതി. വീടിൻ്റെ പിൻഭാഗത്തു നിന്ന് ഓടി വരികയായിരുന്നു അവർ. എന്താ ആദി ഇതൊക്കെ? അവർ ഭീതിയോടെ കിതച്ചു. എനിക്കും അറിയത്തില്ല ചേച്ചി. ചേച്ചിക്ക് വല്ലതും പറ്റിയോന്നായിരുന്നു എൻ്റെ പേടി. ഞാനങ്ങ് അടുക്കളയിലെത്തിയപ്പോഴാണ് പൊട്ടിത്തെറി കേട്ടത്. പിന്നിലെ വാതിൽ വഴി പുറത്തു ചാടി അവർ പറഞ്ഞു. ഓടിക്കൂടിയവരൊക്കെ പരസ്പരം നോക്കി. പൊടുന്നനെ മിന്നൽ പോലെ ഒരു സംശയം ആദിയെ വന്നു മൂടി. താൻ കൊണ്ടുവച്ച ബൈക്കാണോ പൊട്ടിത്തെറിച്ചത്? ആദി. അവൻ്റെ തോളിൽ ഒരു കൈയമർന്നു. പരുന്ത് ലിജോ, നീ വന്നേ, പറയട്ടെ. ഇരുവരും മുറ്റത്തിൻ്റെ കോണിലേക്ക് മാറി നിന്നു. ദേവനായകൻ വാങ്ങിത്തന്ന ബൈക്ക് ഒരു ചതിയായിരുന്നു അല്ലേ? ആദി പുരികം ചുളിച്ചു. നീ പറയുന്നത്? പൊട്ടിത്തെറിച്ചത് ആ ബൈക്ക് തന്നെയാ. ആ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നേൽ നീയിപ്പം ചിതറിപ്പോയേനെ. ആദിയുടെ നെഞ്ചിൽ പൊടുന്നനെ ശ്വാസം വിലങ്ങി. അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം ലിജോ കേട്ടു. ദേവനായകം. കോടിപ്പുതപ്പിച്ച അവൻ്റെ നെഞ്ചിൽ റീത്ത് വയ്ക്കേണ്ട നേരമായി. അവൻ മുന്നോട്ട് നടക്കാനാഞ്ഞു. അവിവേകത്തിന് മുതിരരുത് ആദി. ദേവനായകത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയണം. ബൈക്കിൽ ബോംബ് വച്ചിട്ട് നീ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് വരുത്തി തീർത്താൽ? ആദിയുടെ കണ്ണുകൾ ഇടുങ്ങി. അങ്ങനെ ചെയ്താൽ പിന്നെ ദേവനായകം ഇനി ബാക്കി കാണില്ല ലിജോ. എന്നാലും അയാൾ എവിടെ പോയി കാണും? അപ്പോഴേക്കും ശശി വിവരങ്ങളെല്ലാം ഫോണിലൂടെ CI പരശുറാമിനോട് പറഞ്ഞിരുന്നു. പരശുറാം ആഹ്ലാദത്തോടെ ദേവനായകത്തിന് നേരെ തിരിഞ്ഞു. ഭാഗ്യം, നിങ്ങളുടെ വീടിൻ്റെ കുറേ ഭാഗം തകർന്നൊഴിച്ചാൽ കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ല. അമരാവതി. അയാൾ തറയിൽ നിന്ന് എഴുന്നേറ്റു. ഷീ ഈസ് ഓൾ റൈറ്റ്. അവനോ? ആദിശങ്കരൻ മീശയും പിരിച്ച് അവിടെയുണ്ട്. ഛേ. അയാൾ വലതു കൈ ചുരുട്ടി തൻ്റെ ഇടതു കൈപ്പത്തിയിൽ ഇടിച്ചു. വാതിൽക്കൽ വരെ എത്തിക്കഴിഞ്ഞിരുന്ന വർഗീസ് പുന്നത്ര മടങ്ങി വന്നു. പരശുറാം സാർ. അവനെ ലോക്കപ്പിലാക്കി നെഞ്ചിൻ കൂട് കലക്കാൻ ഇതിനേക്കാൾ നല്ല ഒരവസരം ഇനി കിട്ടത്തില്ല. പരശുറാം പുന്നത്രയ്ക്ക് നേരെ തിരിഞ്ഞു. ബൈക്കിൽ ബോംബ് വെച്ച് കൊണ്ടുവന്നു സ്ഫോടനമുണ്ടാക്കിയെന്ന് കേസെടുക്കണം അല്ലേ? അതെ. പുന്നത്ര ചിരിച്ചു. കോപ്പ്. പരശുറാമിൻ്റെ മുഖമിരുണ്ടു. എടോ, ഇന്നലെ ആൾക്കാരെ മുഴുവൻ കാണിച്ചു കെട്ടി എഴുന്നള്ളിച്ചല്ലേ ദേവനായിക അവിടെ ബൈക്ക് കൊണ്ടുവച്ചെന്ന് കൊടുത്തത്. മാത്രമല്ല മിടുക്കരായ ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാർ ആ ബോംബിൻ്റെ പിന്നാലെ മണം പിടിച്ച് ചെന്നാലുണ്ടല്ലോ, വാഗമണ്ണിലും തേനിയിലും കൊണ്ടൊന്നും കാര്യം തീരത്തില്ല. തൻ്റെ മന്ത്രിയുടെയും കസേരയും പോകും. ദേവനായകത്തിനെ ജനങ്ങൾ കത്തിക്കുകയും ചെയ്യും. അത് വേണോ? പരശുറാം ചുണ്ടുകൾക്കിടയിൽ ഒരു സിഗരറ്റ് തിരുകി. പിന്നെ അതിനെ തീ കൊളുത്തിക്കൊണ്ട് 2-3 ചാൽ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞതാ സാറേ. ദേവനായകം വിവശതയോടെ അയാളെ നോക്കി. താൻ തൽക്കാലം ഒന്നും ചെയ്യണ്ട. ആദിയുടെ പേര് പോലും ഒരു സ്ഥലത്തും പറയരുത്. മീഡിയക്കാർ ചോദിച്ചാലോ? അതിനും മറുപടിയുണ്ട്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് പലവട്ടം ഫോണിൽ മെസ്സേജ് വന്നിരുന്നെന്ന് പറ. പുതിയ ഡാം എന്ന ആശയത്തെ എതിർക്കുന്ന ആരോ തന്നെ വകവരുത്താൻ ബോംബ് വെച്ചതാകാമെന്നും പറ. ബാക്കിയൊക്കെ പിന്നീടല്ലേ. എൻ്റെ അണ്ടറിലല്ലേ അന്വേഷണം. ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. പെട്ടെന്ന് ദേവനായകത്തിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. പരശുറാം അത് അയാൾക്ക് കൈമാറി. നമ്പർ നോക്കിയ ദേവനായകത്തിൻ്റെ മുഖം പൊടുന്നനെ വിവരണമായി. ചോര വാർന്ന മുഖത്തോടെ ദേവനായകം ഫോൺ അറ്റൻഡ് ചെയ്തു. അവൻ്റെ പള്ളയ്ക്ക് വെച്ചത് തൻ്റെ നെഞ്ചത്ത് പൊട്ടി. അല്ലേടോ? അപ്പുറത്തു നിന്ന് കനത്ത ശബ്ദം. അല്ല സാർ, അത് വേണ്ട. കൂടുതൽ വിവരണം വേണ്ട. എല്ലാം എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സാർ, ഇനി ഞാൻ ശമ്പട്ടി കളിയൻ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ. ഇനിയൊക്കെ അവന് വിട്ടുകൊടുത്തേര്. ശരി സാർ.
CI പരശുറാം സാറിന് ഫോൺ കൊടുക്കണോ? വേണ്ട. അപ്പുറത്ത് ഫോൺ കട്ടായി. ദേവനായകനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്ന പരശുറാം ഇരുവരും ഒന്നും പറഞ്ഞില്ല. എന്നാലും കൃത്യസമയത്ത് ആദി അവിടെ തന്നെ ബൈക്ക് കൊണ്ടുവച്ചത് എങ്ങനെയാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. പുന്നത്ര ചിന്തയോടെ പിറുപിറുത്തു. അവൻ്റെ നേരമായി കാണത്തില്ല, അത് തന്നെ കാര്യം. പരശുറാം പല്ലു ഞെരിച്ചു. സാറേ, എനിക്ക് ഉടനെ പോകണം. അമരാവതി ഒന്ന് ഫോൺ ചെയ്തത് കൂടിയില്ല. സ്ഫോടനത്തിൽ അവളുടെ ഫോണും പോയി കാണും. ദേവനായകൻ പുറത്തേക്ക് നടന്നു. ഞാൻ പോലീസിനെ വിളിച്ച് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പരശുറാം തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. എന്നാലും ബൈക്ക് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ മുത്തശ്ശി പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ആദി, ലിജോ പറഞ്ഞു. ആദിക്കും അത് അത്ഭുതമായിരുന്നു. രാവിലെ മുതലേ മുത്തശ്ശി അത് പറയാൻ തുടങ്ങിയതാണ്. എടാ, മറ്റൊരുത്തിൻ്റെ ഓശാരമൊന്നും നമുക്ക് വേണ്ട. നിന്റെ ബൈക്ക് പോയെങ്കിൽ നീ നടന്നു പോകണം. അതാ അന്തസ്. അതിനു പകരം നീ അവൻ്റെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങിക്കുകയല്ലേ ചെയ്തത്? തന്നെ തുറച്ചു നോക്കിക്കൊണ്ടാണ് മുത്തശ്ശി ചോദിച്ചത്. ഭിക്ഷയൊന്നുമല്ല മുത്തശ്ശി, എനിക്ക് അർഹതപ്പെട്ടതായത്. എന്താണേലും ശരി, ഈ ബൈക്കിന് പകരം നീ അവന് പ്രത്യുപകാരം ചെയ്യേണ്ടി വരും. അത് വേണ്ട, കൊണ്ടുപോയി കൊടുത്തേക്ക് ഇന്ന് തന്നെ. അല്ലെങ്കിൽ ഞാനിത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും, പറഞ്ഞേക്കാം. മുത്തശ്ശി അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തോന്നി. അതുകൊണ്ടാണ് ബൈക്ക് മടക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. മുത്തശ്ശി തന്നെ രക്ഷിച്ചത് മരണത്തിൽ നിന്നാണ്. ദേവനായകത്തിൻ്റെ വീട്ടിലേക്ക് മാധ്യമപ്പട എത്തിക്കഴിഞ്ഞു. വിവരം കേട്ടറിഞ്ഞ് കുമ്മളി ടൗണിൽ നിന്ന് വണ്ടി വാടകയ്ക്ക് വിളിച്ച് ആളുകളും വന്നു തുടങ്ങി. ഇനി നമുക്ക് പോയേക്കാം. ആദി ലിജോയെ നോക്കി. പോകാം. അവർ ഇരുവരും റോഡിലേക്ക് നടക്കുമ്പോൾ കണ്ടു. ഏലത്തോട്ടത്തിനരികിൽ നിന്ന് ഡ്രൈവർ ശശി ആർക്കോ ഫോൺ ചെയ്യുന്നു. ആദിയെ കണ്ടപ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്തു. ആദി ശശിയുടെ അടുത്തെത്തി. ശശി ഇവിടെ ഉണ്ടായിരുന്നോ? വിവരമറിഞ്ഞു വന്നതാ. ഭാഗ്യം, കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? അതെ. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ആദി ചോദിച്ചു. ശശി, ആ ഫോൺ എടുത്ത് തരുമോ? ഒരാളെ അത്യാവശ്യമായി ഒന്ന് വിളിക്കാനാ. എൻ്റെ ഫോണിൽ ചാർജില്ല. ആദി കൈനീട്ടി. ഒന്നും അടിച്ചെങ്കിലും ചെറിയൊരു പതർച്ചയോടെ ശശി ഫോൺ കൊടുത്തു. ആദി അതുമായി അല്പം അകലേക്ക് മാറി നിന്നു. കാൾ രജിസ്റ്റർ പരിശോധിച്ചു. കഴിഞ്ഞ അരമണിക്കൂറിനിടയിൽ ദേവനായകത്തിൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുമായി 16 കോളുകൾ. ഒന്നും അറിയാത്തതുപോലെ ആദി മുണ്ടക്കയത്തുള്ള ഒരു സുഹൃത്തിനെ വെറുതെ വിളിച്ച് അല്പസമയം സംസാരിച്ചു. പിന്നെ കട്ട് ചെയ്ത് ഫോൺ മടക്കി നൽകി. ശശി, ദേവനായക സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെ പോയെന്നറിയാമോ? ഇല്ല. ശശി പതർച്ച മറിച്ചു. ജീപ്പിൽ മടങ്ങുമ്പോൾ ആദി പറഞ്ഞു. ലിജോയെ, ഒരു കാര്യം കൂടി വ്യക്തമായടാ. ഇവിടുത്തെ ഓരോ ചലനവും ശശി അപ്പോൾ ദേവനായകത്തെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ന് മുഴുവൻ അയാൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നിരിക്കും. ലിജോ തലയിളക്കി. ശരിയാ, ഞാനിത് അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. ഒരു പോലീസ് ജീപ്പ് സൈറൻ ഇട്ടുകൊണ്ട് അവർക്കെതിരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. സാജ, ആദ്യം അവനെ നോക്കി. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചോണം. നമുക്കിന്നൊരു ദൂരയാത്രയുണ്ട്. എവിടേക്കാ? അതൊക്കെ പിന്നെ പറയാം. തോവാള. ആരൽ വായ്മൊഴി. സെൽഫോണിൽ അലാറം മുഴങ്ങുന്നത് കേട്ടപ്പോൾ ഭദ്ര ഉണർന്നു. സമയം 3:30. അവൾ അലാറം ഓഫാക്കിയിട്ട് എഴുന്നേറ്റു. മുറിയിലെ ലൈറ്റ് തെളിച്ചു. ഉറങ്ങാതെ കാത്തു കിടന്നതുപോലെ അപ്പുറത്തെ മുറിയിൽ നിന്ന് സുഗന്ധി മകളുടെ അടുത്തേക്ക് വന്നു. മുടിയൊന്ന് വിടർത്തിയിട്ട് പിന്നിൽ മടക്കി കെട്ടുകയായിരുന്നു ഭദ്ര. അപ്പോൾ നീ ഇന്ന് ചന്തയിൽ പോകാൻ തന്നെ തീരുമാനിച്ചോ? അവർ ഭദ്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ പോകാതെ? ജീവിക്കാൻ ഈ വീട്ടിൽ കളക്ടർ ഉദ്യോഗമുള്ള ആരുമില്ലല്ലോ. കളക്ടർ ഉദ്യോഗമുള്ളവർക്കേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. മകൾ ചന്തയിൽ പോകുന്നതിനോട് സുഗന്ധിക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ പിന്നെ വീട്ടുകാര്യങ്ങൾ അമ്മ തന്നെ അങ്ങ് നോക്ക്. സമയാസമയം പണപ്പെട്ടി തുറന്ന് ആവശ്യത്തിനുള്ളത് തന്നുകൊണ്ടിരിക്കേ. സുഗന്ധിക്ക് ദേഷ്യവും സങ്കടവും ഒന്നിച്ചു വന്നു. അങ്ങനെ കാശുണ്ടായിരുന്നേൽ ഇവിടെ ഇങ്ങനെ കഴിയത്തില്ലായിരുന്നടി ഞാൻ. അപ്പോൾ കാശില്ല. ജീവിക്കണമെങ്കിൽ പണം വേണം താനും. ഞാൻ ചന്തയിൽ പോകാതിരിക്കാം. അമ്മ തന്നെ മറ്റൊരു മാർഗം പറഞ്ഞതാ. അതിന് സുഗന്ധിക്ക് മറുപടിയില്ല. ചന്തയിൽ പോകാതെ, പൂക്കച്ചവടം നടത്താതെ ഒരു ദിവസം കൂടി ഇനി തള്ളി നീക്കാൻ കഴിയില്ല. അതവർക്കും അറിയാം. ഏതാനും ദിവസങ്ങളായി ഭദ്ര ചന്തയിൽ പോകാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നലെ ശരിക്കറിഞ്ഞു. ശേഖരന് പനി വന്നപ്പോൾ ഉള്ള നാണയത്തുട്ടുകൾ കൂടി നുള്ളിപ്പെറുക്കിക്കൊണ്ടാണ് ആശുപത്രിയിൽ പോയത്. എന്നാലും മോളെ, ഇനി ചന്തയിൽ ചെല്ലരുതെന്നല്ലേ ആ മരുന്ന്? അമ്മ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ഭദ്ര. കഥ തുടരും.